ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1 ഡയമെൻഷണൽ കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ വാൾസ് വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ്, അതായത് 1 ഡയമെൻഷനിലാണ്, അതപ്പോൾ ഒറ്റ ആക്സിസിലേ എടുക്കുള്ളൂ, എക്സ് ഓർ വൈ ഓർ ഇസഡ് ആക്സിസ്. നമ്മൾ കോമൺലി എടുക്കുന്ന എക്സ് ആക്സിസ്. ഓക്കെ, ഇനി പ്ലെയിൻ വോളിൽ കൂടെ ഉള്ളത് വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ. അവിടെ എന്താണ്, ക്യൂ ജി എന്താണ് 0 ആണ്. ഓക്കെ, അവിടെ ഹീറ്റ് ജനറേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് PPT കാണാമല്ലോ അല്ലേ, അമൽജിത്തെ കാണാമല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ 1 ഡയമെൻഷണൽ കണ്ടക്ഷൻ ത്രൂ ഒരു പ്ലെയിൻ വോൾ, നമ്മുടെ ഒരു ഭിത്തി, നമ്മുടെ വീടിൻ്റെ ഒരു ഭിത്തി എടുക്കുക, ആ ഭിത്തിയുടെ പരം ഒന്ന് വരയ്ക്കാൻ പോകാം. അപ്പോൾ അതിനകത്തോടുള്ള ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ ഭിത്തിയുടെ ഒരു ഫ്രണ്ട് വ്യൂ ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഫസ്റ്റിൽ അവിടുത്തെ നമ്മളൊരു അകത്തെ ഒരു ചെറിയ തിക്നെസ് എടുക്കുന്നു, ഒരു തിക്നെസ് കൺസിഡർ ചെയ്യുന്നു, ജസ്റ്റ് ഒരു തിക്നെസ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ dx ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ വെളിയിൽ നിന്ന് എന്താ ഹീറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്നു, Q കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ അവിടെ T1 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ, ഓക്കെ, T1 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഏതാ, ലെഫ്റ്റ് സൈഡിൽ. ഇനി അവിടുന്ന് എന്താണ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് T2 ആയി. നമുക്കറിയാം T1 to T2 ആയി. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് വരച്ചാൽ എങ്ങനെയാണ്, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ട് എപ്പോഴും എന്താ ഹീറ്റ് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനിയും ഇടയ്ക്കത്തെ ഒരു പോയിന്റ് ജസ്റ്റ് TX എന്ന് എടുക്കാം. അത് ഇവിടുത്തെ പോയിന്റ് വേണമെങ്കിലും എടുക്കാം, ഇവിടുത്തെ പോയിന്റ് എടുക്കാം, ഇവിടുത്തെ പോയിന്റ് എടുക്കാം, ഏത് പോയിന്റ് വേണമെങ്കിലും എടുത്തു. ഇപ്പം നമ്മൾ ആ വര വരച്ച് അവിടെ TX എന്ന് എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഈ സൈഡിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് x ഈക്വൽസ് 0 എന്നെടുക്കുക. അതായത് 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ആക്സിസ് എടുത്ത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർക്കുക. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് L ആയിട്ട് എടുക്കാം. ഓക്കെ, L. വൈശാഖ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ L ആയിട്ട് എടുക്കാം. ഇനി റൈറ്റ് സൈഡിലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ഈക്വൽ ടു L. അതായത് ഒന്നുമില്ല, ഈ ഡിസ്റ്റൻസിനെ 0 ആയിട്ട് എടുത്തു, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഡിസ്റ്റൻസ് എന്ത് വരും, L എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തെർമൽ റെസിസ്റ്റൻസ് വരച്ച് എങ്ങനെ, ഒരു നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ റെസിസ്റ്റൻസ് വരയ്ക്കുക, അതേപോലെ തെർമൽ റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ T1 ടെമ്പറേച്ചർ പോകുന്നു, അതായത് ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിലെ ഈ ടെമ്പറേച്ചർ, അതേപോലെ റൈറ്റ് സൈഡിലെ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. ഓക്കെ, T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഇവിടെ, ഇതാണ് എന്ത്, തെർമൽ റെസിസ്റ്റൻസ് RTH എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടക്ഷൻ്റെ ഒക്കെ നേരത്തെ നോക്കിയാണ് അതിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്, അതൊക്കെ വരുന്ന വഴിക്ക് പുറകെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ L എന്ന് പറയുന്നത് തിക്നെസ് ആയിട്ട് എടുത്തു, ഈ ഒരു ഭിത്തി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭിത്തിയുടെ തിക്നെസ് ആയിട്ട് എടുത്തു, അത് മീറ്ററിലാണ്. അതേപോലെ ഏരിയ A എന്താണ്, പെർപെൻഡിക്കുലർ ടു, ഇതാണ് ഹീറ്റ് ഫ്ലോ, ഇതിൻ്റെ ഏരിയ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഏരിയ. ഓക്കെ, ഇനി തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, K നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഒരു വോളിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് K ആണ്. അതുപോലെ T1 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ അറ്റ് x ഈക്വൽ ടു 0, ടെമ്പറേച്ചർ അറ്റ് x ഈക്വൽ ടു 0, അതായത് ഈ x ഈക്വൽ ടു 0-യിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ, x ഡിസ്റ്റൻസിലുള്ള ടെമ്പറേച്ചർ. ഇനി T2 എന്ന് പറയുന്നത് എന്താ, T2 ഈക്വൽസ് എന്താണ്, ടെമ്പറേച്ചർ അറ്റ് x ഈക്വൽ ടു എത്രയാണ് അമൽ കേൾക്കത്തില്ലേ? ഞാനാണോ? അമൽദേവ് 0 അല്ല, T1 ഓക്കെ x ഈക്വൽ ടു 0-യിലായിരുന്നു. ഇനി T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ x ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് എത്രയിലാണ്, L. അപ്പോൾ x ഈക്വൽ ടു L, അതായത് ഒന്നുമില്ല, 0 ആയിരുന്നപ്പോഴും ഇവിടെ L 10 ആണെങ്കിൽ 10 ആകുമ്പോഴുള്ള ടെമ്പറേച്ചർ, ഇവിടുത്തെ ടെമ്പറേച്ചർ അത്രേ പറഞ്ഞിട്ടുള്ളൂ, T1 ആൻഡ് T2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന്, ഫ്രം ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് തുടയ്ക്കുക, ഇതിൽ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് മാറ്റി വരുന്ന വിഷയം ഉണ്ടാവില്ല. T1 T2 അതെല്ലാം എഴുതി. ഓക്കെ, ഫസ്റ്റിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക്
വൺ ഡയമെൻഷണൽ കണ്ടക്ഷൻ ഇക്വേഷൻ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ഇല്ലാതെ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പ്ലെയിൻ ബോളിൽ കൂടെ ഉള്ളത്, ഓക്കെ, പ്ലെയിൻ ബോളിൽ കൂടെ നമ്മൾ നേരത്തെ പഠിച്ചത് റെക്ടാങ്കുലർ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, അതുപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്, ഇത്രേൻ്റെ എന്താണ് നമ്മുടെ ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇത് പ്ലെയിൻ ബോളിൽ കൂടെ ഉള്ളത്. നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇനി മുതലാണ് നമ്മൾ കണക്ക് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ടി ഇക്വേഷൻസിൻ്റെ ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഫ്രം ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. എന്താണ് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ? നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ നമുക്കറിയാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു എന്താണ് മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ ആണ്, മറക്കല്ല, മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് നമുക്കറിയാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ അറിയാം? ഈ ഡി എക്സിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പം Q ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് മൈനസ് കെ എ ഡി ടി എന്ന് തോന്നുന്നു. ഓക്കെ, മൈനസ് കെ എ ഡി ടി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകണം. ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, നമ്മൾ ചെറിയൊരു വാല്യൂവിൽ നിന്ന് വലിയൊരു വാല്യൂവിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുകയാണ്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു പോയിന്റിൽ നിന്ന് ചെറിയൊരു പോയിന്റിലേക്ക് കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകണം. ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് ഈ ഡി എക്സിൻ്റെ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ഡി ടിയുടെ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ഡി ടി വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇൻ്റഗ്രേഷൻ ഓൺ ബോത്ത് സൈഡ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ബോത്ത് സൈഡ്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ Q ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് മൈനസ് കെ എ ഇൻ്റഗ്രേഷൻ കൊടുക്കുക, മൈനസ് കെ എ ഡി ടി. ഇനി ഇൻ്റഗ്രേഷന് നമ്മൾ എന്താ ഒരു ലിമിറ്റ് കൊടുക്കണം. എവിടുന്ന് എവിടം വരെയാണെന്ന് ലിമിറ്റ് കൊടുക്കണം. ഈ എക്സിൻ്റെ അവിടെ എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് വേരി ചെയ്യുന്നത് 0 to L ആണ്. ഓക്കെ, എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് എക്സ് വേരി ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ 0യിൽ നിന്ന് എല്ലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻ്റഗ്രേഷൻ ഷെറിൻ ബിജു കേൾക്കാവോ? ഷെറിൻ, ബാക്കിയുള്ളവർക്ക് കേൾക്കില്ലേ? ശിവകുമാർ കേൾക്കത്തില്ലേ? അക്ഷയ് കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം. എക്സ് ഈക്വൽ ടു 0 to L ആണ് എക്സ് വേരി ചെയ്യുന്നത്. ഇനി ടി വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? T1 to T2. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷനിൽ എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം. ടിയെ നമ്മളങ്ങനെ T1 to T2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ, ഞാൻ വീണ്ടും എഴുതുന്നില്ല, ഇൻ്റഗ്രൽ Q ഇൻറ്റു ഡി എക്സ് എന്നുള്ളത് ഇവിടെ ലിമിറ്റ് കൊടുക്കുക. ഇത് 0 to X കൊടുക്കുക. ഓക്കെ, 0 to X അല്ല, 0 to L. കാരണം എന്താ? എക്സ് വേരി ചെയ്യുന്നത് 0 to L ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഇനി മൈനസ് കെ ടിയുടെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? T1 to T2. അതായത് T1ൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ T1 to T2യിലേക്കാണ് വേരി ചെയ്യുന്നത്. ഇനി നമ്മൾ അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്താലോ? ഇത് കോൺസ്റ്റൻ്റ് ആണ്. Q എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ ഇവിടെ മൈനസ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ വെളിയിലെടുത്തു കഴിഞ്ഞാൽ Q വെളിയിലെടുത്ത് Q ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L, അവിടെ Q പോയി കഴിഞ്ഞാൽ എന്താ? 1 dx. ഓക്കെ, 1 dx. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ. അതുപോലെ മൈനസ് കെ എ ഇൻ്റഗ്രൽ T1 to T2 ഇൻറ്റു 1 dt. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്ത് വരും? Q ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ്. കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രൽ എന്താ? അത് ഇപ്പം 0 to L ആണെങ്കിൽ L. അപ്പോൾ അവിടെ എന്ത് വരും? എക്സ്. അവിടുത്തെ ലിമിറ്റ് എന്താ? 0 to L. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരുന്നെങ്കിൽ എന്ത് വരും? വൈ എന്ന് പറഞ്ഞു വരും. ഇനി മൈനസ് കെ എ ഇൻറ്റു 1 dt, അതിൻ്റെ എന്ത് വരും? ടി. അതിൻ്റെ ലിമിറ്റ് എന്ത് വരും? T1 to T2. ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q ഈക്വൽ ടു എന്താ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻ്റഗ്രേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. L മൈനസ് 0 ഈക്വൽസ് മൈനസ് കെ എ ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, മനസ്സിലായല്ലോ? വൈശാഖെ മനസ്സിലായല്ലോ? ഹലോ. സാർ. ഓക്കെ,
ഇനി നമ്മൾ എൽ എന്താ അത് ഇട്ട് കൊടുത്തു. ക്യു എൽ ഈക്വൽസ് എന്ത് കിട്ടി? മൈനസ് കെ എ ടി ടു മൈനസ് ടി വൺ എന്ന് കിട്ടി. ഇനി നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ക്യൂവിൻ്റെ ഈക്വേഷൻ എങ്ങനെ എഴുതാം? ക്യു ഈക്വൽസ് മൈനസ് കെ എ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ എൽ. ഒന്നും ചെയ്തില്ല, ഈ എല്ലിനെ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ക്യു ഈക്വൽ മൈനസ് കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ കെ എൽ. ഇനി നമുക്ക് അതിനെ വേറൊരു കാര്യം ചെയ്യാം. ക്യു ഈക്വൽസ് ഈ ടി ടു മൈനസ് ടി വണ്ണിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മൈനസ് വെളിയിലാവും, അപ്പോൾ ഈ മൈനസ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്താ? പ്ലസ് കെ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ടി എൽ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത്രയും കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് 0 ടു എല്ലും ടി വൺ ടു ടി ടുവും വേരി ചെയ്യുമ്പോഴുള്ള ഇൻ്റഗ്രേഷനാണ് ചെയ്തത്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഓക്കെ, 0, അതായത് ശ്രദ്ധിക്കുക, എക്സ് എന്ന ഡിസ്റ്റൻസ് 0യിൽ നിന്ന് എല്ലിലേക്ക് പോകുമ്പോൾ ഉള്ള ഇൻ്റഗ്രേഷൻ ചെയ്തു. അതേപോലെ ടി വണ്ണിൽ നിന്ന് ടി ടുവിലേക്ക്. T1 പ്ലസ് T2 അല്ലേ? എവിടെയാടാ? ലാസ്റ്റത്തെ. ഇതാണോ ലാസ്റ്റത്തെ? ഇതോ? Q ഈസിക്കൽ ടു അത് തിരിച്ചിടുമ്പോ മൈനസ് പുറത്തേക്ക് പോകുമ്പോ അവിടെ പ്ലസ് അല്ല വന്നേ? അല്ല അല്ലേ? അല്ല, അതെങ്ങനെയാ? മൈനസിനെ വെച്ചിട്ട് അകത്തോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഒരു മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ ഒന്ന് അകത്തേക്ക്. ഇപ്പം ഞാൻ പറയാം, ഈ മൈനസ് കെക്ക് പകരം ഇവിടെ എന്തായി? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ആയി. ഇവിടെ എന്തായി? മൈനസ് ആയി. ഇവിടെ എന്തായി? പ്ലസ് ആയി. അപ്പോൾ എന്ത് വരും? മനസ്സിലായോ? ശരി. ഓക്കെ, എങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, പഴയ ഫോർമാറ്റിൽ എഴുതി. ഓക്കെ, ദെൻ ഓക്കെ, ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, അത് വേണ്ട, വിട്ടേക്ക്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ടി ടു മൈനസ് കിട്ടിയ പോലെ തന്നെ എഴുതി, ടി ടു മൈനസ് ടി വൺ എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻ്റഗ്രൽ ഇവിടെ ചെയ്തത് എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു 0 ടു എൽ. ഇനി ടി വൺ എന്ന് പറഞ്ഞാൽ ടി വൺ ടു ടി ടു ആന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇവിടെ ടി എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അതായത് നമ്മൾ ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിൻ്റ് അകത്തുണ്ടെങ്കിൽ എക്സിൻ്റെ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ഇപ്പം നമുക്ക് ഈ സൈഡിലെ നമുക്ക് എന്താ, ഈ ഇക്വേഷൻ വെച്ചിട്ട് ടെമ്പറേച്ചർ കിട്ടും. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പോയിന്റ് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഇല്ല. അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്, അതായത് ഇവിടുന്ന് ഇപ്പം 5 മീറ്റർ മാറിയാണെങ്കിൽ ഈ 5 മീറ്റർ മാറിയാണ് അവിടെയാണ് ടി എക്സ് എന്ന് പറയുന്നത് എടുക്കുന്നത്. അപ്പം അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പോവാണ്. അപ്പം നമ്മളൊന്നുമില്ല, ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മുമ്പേ നമ്മൾ ചെയ്ത എക്സ് ഈക്വൽ ടു 0 ടു എൽ ആണെങ്കിൽ നമുക്ക് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ എന്തെടുക്കാം? ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന്, ഈ ടി എക്സ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് വേരി ചെയ്യുന്നത് 0 ടു എക്സ് ആണ്. ഇവിടെ നമ്മൾ വേരി ചെയ്തത് 0 ടു എൽ ആണ്. ഇനി ടി വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ടി വേരി ചെയ്യുന്നത് മുമ്പേ T1 ടു T2 ആയിരുന്നു ഇൻ്റഗ്രൽ ചെയ്തപ്പം ചെയ്തത്. അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ടെമ്പറേച്ചർ. ഇനി ഈ പോയിന്റിലേക്കുള്ള ടെമ്പറേച്ചർ അവിടുത്തെ എത്ര? ടി എക്സ്. അപ്പം ടി വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ടി എക്സ് അല്ലെങ്കിൽ നമുക്ക് ടി എന്ന് എഴുതാം. അതായത് T1ൽ നിന്ന് ഇവിടുന്ന് T1 ടു ടി. ഓക്കെ, മുമ്പേ നമ്മൾ എഴുതിയത് T1 ടു T2 വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അക്ഷയ്? ദെൻ എക്സ് വേരി ചെയ്യുന്നത് 0 ടു എക്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്ത പോയിന്റ് ഒന്നുകൂടെ ചെയ്യുന്നു. എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? 0 ടു എക്സും ടി വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത് T1 ടു ടി ആന്ന് പറഞ്ഞു. ഇനിയൊന്നുമില്ല, ആ ഇൻ്റഗ്രേഷൻ ക്യൂ ഈക്വൽ ടു മൈനസ്, ഇപ്പുറത്ത് ചെയ്യാം, ക്യൂ ഈക്വൽസ് മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ്. അതിനകത്ത് നിന്ന് എന്താണ്? ക്യൂ ഡി എക്സ് നമുക്ക് കിട്ടി. ക്യൂ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി എന്ന് കിട്ടി. ഇനി ഇതിനെ ഇൻ്റഗ്രൽ ചെയ്യുക അങ്ങനെ. ഇൻ്റഗ്രൽ ഡി എക്സിൻ്റെ ടൈം എങ്ങനെ വരും?
എക്സിന് എങ്ങനെയാണ് വരികയെന്ന് 0 to x ഇൻറ്റു ക്യൂ ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് മൈനസ് കെ ഇൻ്റഗ്രൽ ഡി ടി വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ടി വേരി ചെയ്യുന്നത് T1 to t. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അമൽജിത്തെ? അല്ല, ഞാൻ ചോദിച്ചത് ആ T1 to t യും 0 to x മുമ്പേ 0 to l ഉം എന്തുകൊണ്ട് T1 to T2 മാറി t ആയതും മനസ്സിലായത് എങ്ങനെയാണ്? ഹലോ സാർ എന്തോ അതായത് മുമ്പേ നമ്മൾ 0 to ശ്രദ്ധിച്ചിരിക്കുക മനസ്സിലായില്ല, നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് നേരത്തെ പറഞ്ഞ മനസ്സിലായി, മറ്റേ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന ഇന്റഗ്രേഷൻ ഇത് എടുക്കണം, മനസ്സിലായിരുന്നു. അത് മനസ്സിലായി. മുമ്പേ 0 to l ഇപ്പൊ 0 to x എന്താ വന്നേ? മുമ്പേ T1 to T2 ആയിരുന്നു, ഇപ്പം T1 to t എന്താ വന്നേ അറിയോ? ഇല്ല, അത് മനസ്സിലായില്ല സാർ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു പോയിന്റ് പോലും വിട്ടു പോകരുത്. അതായത് മുമ്പേ നമ്മൾ പഠിച്ചത് 0 to l ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, പ്ലെയിൻ വോൾ എടുത്തു. ആ പ്ലെയിൻ വോളിന്റെ ഇവിടെ T1 to T2 ആണ്. നമ്മൾ എന്തിനാണ് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോയിന്റിലെ Tx-ലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി, ഈ ഒരു പോയിന്റിലെ ഇത് എക്സ് ആയിട്ട് എടുത്ത് ആ ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ആദ്യം ചെയ്ത് ഇവിടെ x ഈക്വൽ ടു 0 ആയിരുന്നു, ഇവിടെ x ഈക്വൽ ടു l ആയിരുന്നു. അപ്പം നമ്മൾ നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ ഫസ്റ്റിലെ ചെയ്തത് ഇൻ്റഗ്രൽ 0 to l, അതായത് ഈ ഡിസ്റ്റൻസിൽ ഇവിടുന്ന് ഇവിടെ വരെ വേരി ചെയ്യുമ്പോൾ എത്ര ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 0 to l, അതായത് x 0 to l വേരി ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷനാണ് തൊട്ട് മുമ്പ് ചെയ്തത്. ഇനി T1-ൽ നിന്ന് T2-ലേക്ക് പോകുമ്പോൾ, T1-ൽ നിന്ന് T2 എന്ന ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ ഉള്ളതാണ് നമ്മൾ മുമ്പേ ചെയ്ത ഇക്വേഷൻ. ഇവിടെ എന്തുകൊണ്ട് അത് മാറിയെന്ന് ചോദിച്ചാൽ, നമുക്ക് ശരിക്കും ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് എവിടെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഈ T1-ഉം T2-ഉം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാ നോക്കിയാൽ, തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഈ ഇക്വേഷനിലോട്ട് K തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഏരിയ ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, L ഉണ്ട്, T2 ഉണ്ട്. T1 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ആ ഇക്വേഷനിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ T1 എന്ന് പറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ T2 കിട്ടിയാൽ, T2 വേണമെങ്കിലും അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലെ Tx എന്ന് പറഞ്ഞ പോയിന്റ്, അവിടുത്തെ ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ഇല്ല. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തത് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്. അടുത്ത ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ 0 to x ഇവിടെ 0 ആണ്, ഇവിടെ എന്താണ്, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പോയിന്റിന് നമുക്ക് എക്സ് ഡിസ്റ്റൻസ് മാറി, 0-ൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ്. അപ്പോൾ 0 to x മാത്രം എടുത്താൽ മതി. 0 to l മാറി 0 to x ആയി. ഓക്കെ, 0 to x ആയി. ഇനി മുമ്പേ T1 to T2 ആയിരുന്നു, അതായത് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡ് വരെ ഉള്ളത് നമ്മൾ കാണണമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലെ, ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ മാത്രം മതി. അപ്പോൾ ആ ഒരു പോയിന്റിലെ ടെമ്പറേച്ചറിനെ നമ്മൾ T എന്ന് എടുക്കാം. ഓക്കെ, അപ്പം എന്തായി, T1 to t ആയി. ഇപ്പൊ മനസ്സിലായി അമൽജിത്ത് എന്തുകൊണ്ടാണ് വന്നത്? അല്ലെങ്കിൽ മനസ്സിലായി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, പോയിന്റുകളൊന്നും വിട്ടുപോകരുത്. ഓക്കെ, അപ്പോ ഞാൻ തുടച്ചു പറയാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ എഴുതി 0 to x മൈനസ് കെ ഡി ടി. ഇനി അവിടെ എന്താണ്, ക്യൂ കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുത്തു. അതുപോലെ ഡി എക്സ് ഉണ്ട്, ആ ഡി എക്സിൻ്റെ നമുക്ക് 1 ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് എന്ന് കിട്ടി. അപ്പോൾ എന്ത് വന്നു, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 0 to x ഇൻ്റഗ്രേഷൻ അറിയാമെന്നോ ഉള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കുക, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. പിന്നെന്താണ്, അവിടെ 1 വന്നു, അവിടെ ടി. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എന്താണ്, T1 to t. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത എക്സ് മൈനസ് 0 ഈക്വൽസ് മൈനസ് കെ എ T1 മൈനസ് ടി. അപ്പോൾ എന്ത് വന്നു, ക്യൂ എക്സ് ഈക്വൽസ് മൈനസ് കെ എ T1 മൈനസ് ടി. മറ്റേതിൽ നിന്ന് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മുമ്പേ അവിടെ എക്സിന് വരെ എല്ല് കിട്ടി, ഇവിടെ T2 വരെ ടി കിട്ടി. ഇനി ക്യൂ ഈക്വൽസ്
എന്ത് ചെയ്യാം, ഈ എക്സിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. മൈനസ് കെ എ T1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ എന്താ, മറ്റേതിന്റെ സെയിം ഫോമിലായി. തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ എന്താ, Q ഈക്വൽസ് മൈനസ് കെ എ T1 മൈനസ് T2 ഡിവൈഡ് ബൈ എൽ. ഇതിൽ നിന്ന് നമുക്ക് എന്താ വ്യത്യാസം നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കാം. ഇവിടെ എക്സും ഇവിടെ എല്ലും ആയി, ഇവിടെ ടിയും ഇവിടെ T2 ആയി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പം നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അതായത് ഈ 3 എന്ന് പറയുന്നതും ഇത് നമ്മുടെ 2 എന്ന് പറയുന്ന ഇക്വേഷൻ, ഈ 3നെയും 2നെയും കൊണ്ട് എന്താണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, അടുത്ത പേജിൽ എഴുതാം. അതായത് ഇക്വേറ്റ് ചെയ്യണം, അതായത് ക്യൂ അല്ലേ, രണ്ടും ക്യൂ അല്ലേ, രണ്ടും ക്യൂവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, രണ്ട് ഇക്വേഷനെ നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എഴുതാം. മൈനസ് കെ എ എന്ത് വരുന്നു, ഫസ്റ്റ് ഇക്വേഷൻ T1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വന്നു. ഓക്കെ, ദെൻ എന്ത് വന്നു, മൈനസ് കെ എ T2 മൈനസ് T1 ഡിവൈഡ് ബൈ എൽ എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ വെട്ടിക്കളയാം, മൈനസ് കെ എയും വെട്ടിക്കളയാം. അപ്പോൾ എന്ത് വന്നു, T1 മൈനസ് ടി, ഇതിനകത്ത് T1 മൈനസ് ടിക്ക് പകരം നമ്മൾ തൊട്ട് മുമ്പിൽ ഇട്ടത് T2 T1 അല്ലായിരുന്നോ, മൈനസ് കെ എ അപ്പർ ലിമിറ്റ്. ഓക്കെ, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ T1 to T2 അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ തെറ്റെഴുതി ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല. ഇവിടെ T1 to T2 ആണ്. അപ്പം T1 മൈനസ് ടി ആണ് ഇവിടെ എഴുതേണ്ടത്. ഇക്വേഷനിൽ നമ്മളെന്താ ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുത്തത് എന്താ, T1 to T2. അപ്പോൾ T1 മൈനസ് T1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വന്നു, T1 മൈനസ് ടി ഈക്വൽ ടു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് ഈക്വൽസ് എന്തെഴുതാം, ഈ T2 മൈനസ് T1, ഇതാണ് ടി ഓഫ് എക്സ്, T2 മൈനസ് T1 ഇൻറ്റു ഈ എക്സ് മേളിൽ പോയി എക്സ് ബൈ എൽ പ്ലസ് T1. ഇത്രയേ ഉള്ളൂ. അതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് ആൻസർ ചെയ്തു. അപ്പോൾ ടി ഓഫ് എക്സ് കിട്ടി, T2 മൈനസ് T1 ഇൻറ്റു എക്സ് ബൈ എൽ പ്ലസ് T1. ഓക്കെ, ഇതാണ് എന്ത്, സ്റ്റഡി സ്റ്റേറ്റ് 1 ഡയമെൻഷണൽ ഇക്വേഷൻ ത്രൂ പ്ലെയിൻ വോളിൽ കൂടെയുള്ള 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ വോളിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇവിടെ വന്നു, ഇതാണ് എക്സ്, അത് 5 മീറ്റർ മാറിയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, T(5) എന്ന് പറഞ്ഞാൽ എന്താ, 5 മീറ്റർ മാറി. അപ്പോൾ ഈ എക്സിന് പകരം 5 എന്ന് പറഞ്ഞിടും. അപ്പം മനസ്സിലായല്ലോ, ഈ എൻഡിലെയും പോയിന്റ് മാത്രമേ ഉള്ളായിരുന്നു ആദ്യത്തെ ഇക്വേഷനിൽ കിട്ടുന്നത്. ഇപ്പം നമുക്ക് കിട്ടി ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടി, അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. മനസ്സിലായോ അമൽദേവ്? അമൽദേവ് സിറ്റായോ? ഹലോ, കേൾക്കത്തില്ലേ? കേൾക്കാം, എല്ലാം കേൾക്കാം. അപ്പോൾ എന്ത് കിട്ടി, 1 ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇമ്പോർട്ടൻ്റ് അടുത്ത് പഠിക്കുന്നത്, ഇതിപ്പോൾ മനസ്സിലായല്ലോ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അഭിഷേക്? ഇല്ല സർ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ്റെ നമ്മുടെ ഈ ഒരു വിഷയത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഇക്വേഷൻസും ഡേറ്റാ ബുക്കിൽ ഡയറക്റ്റ് അവൈലബിൾ ആണ്. ആ ഡയറക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ആണോ അതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, ബേസ്, അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം പറയുന്ന ബേസുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, ആ പ്ലെയിൻ വോളിൽ കൂടെ എങ്ങനെ പോകുന്നു, എങ്ങനെ ഇറങ്ങുന്നു, ഇങ്ങനെയുള്ള ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഡയറക്റ്റ്ലി മറ്റുള്ള സബ്ജക്റ്റ് പോലല്ല, ഡയറക്റ്റ്ലി ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഇക്വേഷൻസ് നമ്മൾ ഈ കണ്ടക്ഷൻ്റെ ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ചിലത് മാത്രം, സിമ്പിളായിട്ടുള്ള ചിലത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, കാണാതെ പഠിച്ചാൽ മതി. ബാക്കി എല്ലാം ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്.
ഡേറ്റാ ബുക്ക് നാളെ മുതൽ നമ്മൾ കണക്ക് തുടങ്ങും. അപ്പം നാളെ മുതൽ എല്ലാവർക്കും ഇന്ന് എല്ലാവരും മേടിച്ചെന്ന് വിശ്വസിക്കുന്നു. നാളെ മുതൽ എല്ലാവരും കൊണ്ടുവരണം. ഇന്ന് മേടിക്കാത്തവർ പോയി മേടിക്കുക. അപ്പം നാളെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തവർ നാളത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മേടിക്കുക. അപ്പം നമ്മൾ കണ്ടക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കൺവെക്ഷൻ്റെ പഠിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതായത് കൺവെക്ഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫ്ലൂയിഡ് മോഷൻ്റെയും കണ്ടക്ഷൻ്റെയും കൂടെ സമ്മാണ് എന്ത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. നമ്മളൊരു പ്ലെയിൻ വോൾ എടുക്കുകയാണ്. ഒരു വോൾ എടുക്കുമ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ്, ഇവിടെ എയർ ഉണ്ട്. ഇതൊരു സോളിഡ് ബോഡിയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിൽ ഇതിപ്പം 50 ഡിഗ്രി സെൽഷ്യസും ഇത് 20 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ എന്താ, അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഹീറ്റ് പാസ് ചെയ്യും. ഓക്കെ, ആ കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിനെ നമ്മൾ ടി ഇൻഫിനിറ്റി, ടി ആൽഫ, ഓക്കെ, ടി ആൽഫ എന്ന് എടുക്കാം. അതേപോലെ ഈ ടെമ്പറേച്ചറിനെ, വോൾ ടെമ്പറേച്ചറിനെ ടി ഡബ്ല്യു എന്ന് എടുക്കാം. നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ്, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതെന്താണ്, ക്യൂ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇതിൻ്റെ അകത്തൂടെ നടക്കുന്നതാണ്, സോളിഡ് ബോഡിയുടെ അകത്തൂടെ നടക്കുന്നതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബേസ് മനസ്സിലാക്കുക. കണ്ടക്ഷൻ എന്ന് പറയുന്നത് സോളിഡ് ബോഡിയിൽ കൂടെ നടക്കുന്നതാണ്. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ബോഡിയുടെ സറൗണ്ടിങ്ങിൽ നിന്നും, ഈ സോളിഡ് ബോഡിയുടെ സറൗണ്ടിങ്ങിലുള്ളത് ഏതാ, എയർ. ഈ സോളിഡ് ബോഡിയുടെ സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സറൗണ്ടിങ് ബോഡി ഏതാ, ഫ്ലൂയിഡ്, എയർ. ഈ എയറിൽ നിന്നും സോളിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ഷനും കൺവെക്ഷനും തമ്മിലുള്ള ആ കൺസെപ്റ്റ് മാറരുത്. അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. സറൗണ്ടിങ് ഫ്ലൂയിഡ് ഏതാ, എയർ. ഫ്ലൂയിഡിൽ നിന്നും സോളിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറയുന്നു, അതിനെ കൺവെക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താണ്, ഇത് ക്യൂ കൺവെക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് ഈ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ടി ആൽഫ എന്നും സോളിഡിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ടി ഡബ്ല്യു എന്നും എടുക്കാം. ഓക്കെ, അവിടുത്തെ ഏരിയ എന്താ, എ ആയിട്ട് എടുക്കാം, പെർപെൻഡിക്കുലർ ഏരിയ. ഈ ഏരിയ പെർപെൻഡിക്കുലർ ഏരിയ എന്താ, ഏരിയ എ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് കണ്ടക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറഞ്ഞ എന്താ, ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അവിടെ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച്, ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു തിക്നെസ്. ഇതായിരുന്നു കണ്ടക്ഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി കൺവെക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്, അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ക്യൂ കൺവെക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അതായത് പെർപെൻഡിക്കുലർ ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി ഒരു കാര്യം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഏതാണ്. നമ്മൾ കണ്ടക്ഷൻ്റെ കാര്യത്തിൽ ഇതാ ഇവിടെ നോക്കി, കണ്ടക്ഷൻ്റെ കാര്യത്തിൽ ഇത് T1 എന്നും ഇത് T2 എന്നും എടുത്തെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരുന്നു, T2 മൈനസ് T1 ആയിരുന്നു. അതായത് സർഫസ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഷെറിൻ ബിജു മനസ്സിലാവുന്നുണ്ടോ? ഷെറിൻ ബിജു മനസ്സിലാവുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചേക്കുക, പുതിയ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വോൾ ടെമ്പറേച്ചർ മൈനസ് ഈ വോൾ ടെമ്പറേച്ചർ TW മൈനസ് ടി ആൽഫ. ഇതാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ടെമ്പറേച്ചർ മൈനസ് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ക്യൂ എന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യൂ കൺവെക്ഷൻ പ്രൊപ്പോർഷണൽ ഈക്വൽസ്, ഓക്കെ, അതിനു മുമ്പ് പ്രൊപ്പോർഷണാലിറ്റി തന്നെ ഇടാം.
Q convection proportional to area and proportional to TW minus T alpha എഴുതി. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ, അതിനെ മാറ്റി ഈക്വൽ ആക്കാൻ നമുക്ക് എന്ത് എഴുതാം? ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. ഇവിടെ കെ അല്ല, ഈ കോൺസ്റ്റന്റിനെ നമ്മൾ എച്ച് എന്ന് പറയും. അവിടെ കണ്ടക്ഷന്റെ കാര്യത്തിൽ അവിടെ കെ ആയിരുന്നു കൊടുക്കുക, അവിടെയാണ് വ്യത്യാസം. അതായത് നമ്മുടെ കണക്കിലെല്ലാം ചെയ്യുന്ന വ്യത്യാസം, നമ്മൾ ഓരോ മൊഡ്യൂളിൽ ചെയ്യുന്ന കണക്കിലെ വ്യത്യാസം അതാണ്. കൺവെക്ഷൻ, ഈ എച്ച് എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് ആണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് ആണ്. മറ്റേ എന്താണ്? കെ എന്താണ്? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനിലെ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി അവിടെ എച്ച് എന്ന് പറഞ്ഞ ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്യൂ ഈക്വൽസ് എച്ച് എ ടി ഡബ്ല്യു മൈനസ് ടി ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ കൺവെക്ഷൻ്റെ ഇക്വേഷൻ, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇതാണ്. ഓക്കെ, ടി ഡബ്ല്യു എന്താണ് അഭിഷേക്? കേൾക്കുന്നില്ലേ? ടി ഡബ്ല്യു എന്താണ്? ആ സോളിഡ് സർഫസിലെ ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് ഷെറിൻ ബിജു ടി ആൽഫ എന്ന് പറയുന്നത്? ഷെറിനെ അൺമ്യൂട്ട് ചെയ്യുക. അത് മറ്റേ കേക്കണ്ട് സാർ. ടി ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? അത് അഡ്ജസന്റ് ലിക്വിഡുള്ള അഡ്ജസന്റ് ലിക്വിഡ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഇവിടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെ എയറിന്റെ ടെമ്പറേച്ചർ എടുക്കാം അല്ലേ? ഓക്കെ, ഇനി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? നമ്മള് ആ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ കെയ്ക്ക് പകരം എന്നല്ല, കണ്ടക്ഷന്റെ ടൈമില്ല നമ്മൾ പറയേണ്ടത്. അതായത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി അവിടുത്തെ ഒരു കോയിഫിഷ്യന്റ് കൊടുക്കുന്നു. ആ കോയിഫിഷ്യന്റ് ആണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. കൺവെക്ഷന്റെയും കണ്ടക്ഷന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എപ്പോഴും കണ്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ്. എച്ച് എന്ന് പറഞ്ഞാൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്. അതായത് ഇവിടെ കൺവെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഓക്കെ, ഇനി അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. നമ്മൾ ഒരു കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കണക്കിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസ് ആണ്. നാളെ മുതൽ നമ്മൾ കണക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു പ്ലെയിൻ ബോൾ കൺസിഡർ ചെയ്തു. ഈ പ്ലെയിൻ ബോളിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, ഇത് റൈറ്റ് സൈഡ്. ഓക്കെ, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ T1. ഓക്കെ, ഈ പോയിന്റിൽ എന്താണ്? സർഫസ് ടെമ്പറേച്ചർ T2. ഓക്കെ, ഇനി നമ്മൾ കൺവെക്ഷൻ ആണ് എടുക്കുന്നത്. സോളിഡിന്റെ അകത്തൂടെ കണ്ടക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, കൺവെക്ഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്തെടുക്കാം? ഇതിനെ ടി എ എന്നെടുക്കുക. അതായത് ടി എ എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ ടി ആൽഫ, അത് കോമൺലി ഇപ്പം ടി എയോ ടി വിയോ ടി സിയോ എന്ത് വേണേലും എടുക്കാം. ടി എ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അമൽദേവ്, അക്ഷയ് ഷാജി. അക്ഷയ് MB ഒന്നും ഇല്ല. ഓക്കെ, ഓക്കെ, ടി എ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഇനി എച്ച് എ നിങ്ങൾ മടുക്കുന്നുണ്ടെങ്കിൽ പറയാൻ, ഞാൻ നിർത്താം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വരെ പഠിപ്പിക്കുന്നുള്ളൂ, ചുമ്മാ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഓപ്പൺ ആയിട്ട് പറയാം. ഇവിടെ എച്ച് എ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് എടുക്കുക, ഒരു വോൾ എടുക്കുക, നമ്മുടെ ഒരു റൂം, അടച്ചിട്ട റൂം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കഥ ഒന്ന് തുറക്കുക. ആ കഥ തുറക്കുമ്പോൾ എന്താ? ആ വോളിൻ്റെ നേരെ നിൽക്കുക. എന്നിട്ട് രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും കാണാം. അപ്പോൾ നമ്മൾ വോളിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡും ചിന്തിക്കുക. ലെഫ്റ്റ് സൈഡിൽ ടി എ ആണ് ടെമ്പറേച്ചർ, അവിടെ വേറൊരു കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് ആണ് എച്ച്. ഓക്കെ, ഇനി അത് റൈറ്റ് സൈഡിലെ നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും, TB ആണ്. അവിടുത്തെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് വേറെയാണ്, HB ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. രണ്ടിടത്തെയും ടെമ്പറേച്ചർ വെളിയിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അതായത്
ഇത് നമ്മളൊരു ഭിത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഭിത്തിയുടെ രണ്ട് സൈഡിലുമുള്ള ടെമ്പറേച്ചറും അവിടുത്തെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റും വേറെയാണ്. ഇത് ബേസിക് കൺസെപ്റ്റാണ്, മനസ്സിലാക്കുക. കണക്ക് ചെയ്യാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് കയറുന്നത് ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് അകത്തേക്ക് കയറുകയാണ്, ഭിത്തിയുടെ ഒരു സൈഡിൽ കൂടെ കയറുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭിത്തിയുടെ അടുത്ത സൈഡിൽ കൂടി ഇറങ്ങുന്നു. പക്ഷേ ഈ കയറുന്ന ടെമ്പറേച്ചർ തന്നെ ആയിരിക്കില്ല ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ TA എന്ന് പറയുന്ന ടെമ്പറേച്ചർ, അതായത് ഇവിടെ 15 ഡിഗ്രി സെൽഷ്യസും ഇവിടെ 5 ആണ് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റും. ഇവിടെ 20 ആയിരിക്കാം, ചിലപ്പോൾ അതിലും കുറവായിരിക്കാം, 10 ആയിരിക്കാം. അതുപോലെ HB എന്ന് പറഞ്ഞാൽ 5-ന് പകരം 2 ആയിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക, അതാണ് കൺവെക്ഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് കൺവെക്ഷൻ. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് കണ്ടക്ഷൻ, അത് നോർമലി കണ്ടക്ഷൻ തന്നെ. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് വീണ്ടും കൺവെക്ഷൻ. ഓക്കെ, ഇനി വേറൊരു കാര്യം ചിന്തിക്കുക. ഇവിടെ നമ്മൾ ഭിത്തി എടുത്തു, വേറൊരു ഭിത്തി അടുത്ത് ചേർന്നിരിക്കുക, അല്ലെ 2-3 കട്ട 3 ഇഷ്ടിക അടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുന്ന് കയറുന്നത് കൺവെക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നടക്കുന്നത് കണ്ടക്ഷൻ ആണ്. വീണ്ടും ഇവിടെ നടക്കുന്നത് എന്താണ്, കണ്ടക്ഷൻ തന്നെയാണ്. കാരണം എന്താ, അഡ്ജസന്റ് തൊട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വീണ്ടും നടക്കുന്നത് കണ്ടക്ഷൻ ആണ്. ഇനി ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ എന്താ, കൺവെക്ഷൻ ആണ് നടക്കുന്നത്. ഇനി വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കട്ട ഇരിക്കുന്നു, ഇവിടെ ഒരു കട്ട ഇരിക്കുന്നു, ഇവിടെ ഒരു കട്ട ഇരിക്കുന്നു. ഇത് മൂന്നും അകന്നാണ്, ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, ഈ സ്പേസിലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കൺവെക്ഷൻ നടക്കുന്നു, ഇതിൽ കൂടെ പോകുമ്പോൾ കണ്ടക്ഷൻ നടക്കുന്നു. വീണ്ടും വെളിയിൽ ഇറങ്ങുമ്പോൾ എന്താണ്, കണ്ടക്ഷൻ അല്ല, അവിടെ കൺവെക്ഷൻ നടക്കുന്നു. ഇവിടെ വീണ്ടും ഇതിൻ്റെ അകത്തൂടെ കണ്ടക്ഷൻ നടക്കുന്നു. വീണ്ടും അവിടെ സ്പേസ് ഉള്ളത് കൊണ്ട്, അതായത് അവിടെ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് എന്താണ്, വീണ്ടും അവിടെ കൺവെക്ഷൻ നടക്കുന്നു. വീണ്ടും അതിൽ കൂടെ കണ്ടക്ഷൻ നടക്കുന്നു. അപ്പോൾ കൺവെക്ഷൻ കണ്ടക്ഷൻ ആ ഒരു ഐഡിയ പിടി കിട്ടിയല്ലോ വൈശാഖെ? ഓക്കെ, അപ്പം നമ്മൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ വൈശാഖെ? HA TW മൈനസ് T∝ ഓൾ ടെമ്പറേച്ചർ മൈനസ് അതെങ്ങനെ വേണേലും എടുക്കാം, തിരിച്ചു വേണേലും എങ്ങനെ വേണേലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തിരിച്ചു വേണേലും എടുത്തു. എന്താണ് T, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ അപ്പോൾ Q = HA T, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് ഓർത്താൽ മതി. HA DT എന്ന് ഓർത്ത്, HA DT എന്ന് ഓർക്കുക. Q = HA DT. ഓക്കെ, HA DT. ഇനി ലെഫ്റ്റ് സൈഡിലെ Q എന്താണ്, അതായത് ലെഫ്റ്റ് സൈഡിലെ Q കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ലെഫ്റ്റ് ഫേസ്. അപ്പോൾ അവിടുത്തെ കൺവെക്ഷൻ്റെ ഇക്വേഷൻ എന്ത് വരും, അവിടുത്തെ കൺവെക്ഷൻ്റെ HA, ഓക്കെ, അവിടുത്തെ ഏരിയ A, അവിടുത്തെ ടെമ്പറേച്ചർ TA, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ TA മൈനസ് ഈ സോളിഡ് ബോഡിയുടെ ടെമ്പറേച്ചർ എന്താ, T1. ഓക്കെ, ഇനി ഇത് ലെഫ്റ്റ് സൈഡിലെ, അതായത് ഈ സൈഡിലെ. ഇനി റൈറ്റ് സൈഡിൽ എന്താണ് Q കൺവെക്ഷൻ്റെ ഇക്വേഷൻ, Q കൺവെക്ഷൻ ഈക്വൽ ടു എന്ത് വരും, അക്ഷയ് ഒന്ന് പറഞ്ഞേ. HB ഇൻറ്റു A ഇൻറ്റു TB മൈനസ് T1, സോറി T1 T2. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ T2-ലാണല്ലോ, അപ്പം നമുക്ക് T2 മൈനസ് TB എന്ന് എഴുതാം. ഓക്കെ, മൈനസ് വരാതെ എഴുതിയാൽ മതി, എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് നമ്മൾ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കണക്കുകൾ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 3 ഭിത്തികൾ അടുത്തടുത്തിരിക്കുവാണെങ്കിൽ ഇതിൽ കൂടെ ഭിത്തിയിൽ കൂടെ പോകുന്നത് കണ്ടക്ഷൻ ആയിരിക്കും. ഇനി അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൺവെക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിക്കഴിഞ്ഞല്ലോ ഇതിൻ്റെ. ഓക്കെ, സമയം എന്തായി, 9:46. ഒരു 2 സാധനം കൂടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പം നാളെ പോലെ നമുക്ക് കണക്കുകൾ തുടങ്ങാം. ഓക്കെ, അമൽജിത്തെ കേൾക്കുന്നുണ്ടോ? എടുത്തോ? മലയം അടുത്തോ?
കേൾക്കുന്നില്ലയോ? ഇല്ല സാർ, അങ്ങനൊന്നുമില്ല. ഇനി മുതൽ നിങ്ങൾക്ക് ചിലപ്പം വൈകിട്ട് ഞാൻ 1-2 ക്ലാസ്സുകൾ എടുക്കും. വൈകിട്ട് ഒരു 7 മണിക്കോ 8 മണിക്കോ നിങ്ങളുടെ സൗകര്യം പറഞ്ഞാൽ മതി. പക്ഷെ എങ്കിലേ തീരുള്ളൂ. അടുത്ത ആഴ്ച നിങ്ങളുടെ സീരീസ് എക്സാം വരും. രാത്രി വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ആർക്കും? ഒരു സമയത്തൊക്കെ അപ്പം എല്ലാവരും ഫ്രീ ആയിരിക്കില്ലേ? എത്ര മണിക്കാ സാർ? ഒരു 9 മണിയോ 10 മണിയോ രാത്രിയോ? ആ, കുഴപ്പമില്ല സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞോ. നമുക്ക് സമയം മാറ്റം അല്ലെങ്കിൽ വൈകിട്ടാക്കാം. 4 മണിയോ 3 മണിയോ അങ്ങനെ വല്ല കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും, കാരണം നമ്മളതിൽ തീരില്ല. സാർ ഈ പകല് പകല് ക്ലാസ് വെക്കണേക്കാൾ നല്ല രാത്രി വെക്കണതാണ് ഇച്ചിരി കൂടിയും ബെറ്റർ. പക്ഷെ നമുക്ക് അങ്ങനെ കോളേജിൽ പറയാൻ പറ്റില്ലല്ലോ. എനിക്കത് തന്നെ ഇഷ്ടം. അപ്പം എല്ലാവരോടും എടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അത് തന്നെയല്ല ഒന്നാമത് പിന്നെ പക്ഷേ ഈ എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേ അവസാനത്തേക്ക് നെറ്റൊക്കെ അങ്ങ് തീരും. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എന്തായാലും വൈകിട്ട് നോക്കട്ടെ, ഒരു അരമണിക്കൂറോ 15 മിനിറ്റെങ്കിലും, കാരണം അല്ലെങ്കിൽ നമ്മുടെ തീരില്ല സാധനം. മറ്റൊരു സബ്ജക്റ്റ് പോലല്ലോ, കുറേ കൺസെപ്റ്റുകൾ പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും. കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എല്ലാ മൊഡ്യൂളിലും കണക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചുതരാം, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു. ഇനി നമ്മൾ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കുക. തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാ നോക്കുക. നമ്മൾ കണ്ടക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ ഇക്വേഷൻ പഠിച്ചു. എന്താ? Q ഈക്വൽസ് മൈനസ് KA dt/dx. ഓക്കെ, നമ്മൾ ആ മൈനസ് മാറ്റി T2 മൈനസ് T1 എന്നുള്ളത് തിരിച്ചങ്ങ് മൈനസ് KA T2 മൈനസ് T1 ആണല്ലോ. ഓൾറെഡി T2 മൈനസ് T1 ഡിവൈഡ് ബൈ L ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മൈനസ് മാറ്റി K ഇൻറ്റു T1 മൈനസ് T2 എന്ന് എഴുതി, തിരിച്ചെഴുതി ഡിവൈഡ് ബൈ L. തിരിച്ചെഴുതി അല്ലേ ഒന്നീ മൈനസ് വെളിയിലെടുക്കുക, മൈനസ് പോവും. ഓക്കെ, അതിനകത്ത് ഡൗട്ട് ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു മൈനസ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങ് ത്രൂ ഔട്ട് ഇൻഡ്യൂ ചെയ്യുക, എങ്ങനെയായാലും നമുക്ക് കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ Q കണ്ടക്ഷൻ എന്നുള്ളത് എന്ത് കിട്ടി? KA ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടി. L എന്താണ്? തിക്നെസ്. ഓക്കെ, നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ K എന്നുള്ളതിനെ നേരെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ? L/K എന്നാവും. T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L/KA എന്നാവും. L/KA എന്താണെന്ന് ചോദിച്ചാൽ ഇതാ L അല്ലേ, അപ്പോൾ അത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഡിവിഷനായിട്ടേ വരുള്ളൂ. ഓക്കെ, L/KA. ഇനി ഈ L/KA ആണ് നമ്മളെന്ത് 1/, ഓക്കെ, ഇതിന് മുമ്പ് ഈ Q കണ്ടക്ഷൻ ഇൻറ്റു ഈ L/KA മേളോട്ട് കൊണ്ടുവരിക. ഈ Q കണ്ടക്ഷൻ ഇൻറ്റു L/KA. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ എന്നോട് നിർത്തിയിട്ട് ചോദിക്കുക കേട്ടോ. ഇപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. T1 മൈനസ് T2 എന്ന് പറയും. ഓക്കെ, ഇത് കണ്ടക്ഷൻ്റെ കാര്യത്തിൽ. ഇനി നമ്മൾ കൺവെക്ഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? കൺവെക്ഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇക്വേഷൻ? Q കൺവെക്ഷൻ ഈക്വൽസ് എന്താണ്? HA എന്താണ്? HA TA മൈനസ് T1 അല്ലേ? അറ്റ്മോസ്ഫിയറിക് മൈനസ് സർഫസ് ടെമ്പറേച്ചർ. ഇത് കണ്ടക്ഷനാണ്, കണ്ടക്ഷൻ. ഓക്കെ, അപ്പോൾ Q ഈ HA എന്തെടുക്കാം? താഴെ കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ? Q/HA ഈക്വൽസ് TA മൈനസ് T1 എന്ന് തോന്നുന്നു. TA മൈനസ് T1 എന്ന് തോന്നുന്നു. ഇനി ഈ Q/HA എന്ന് പറഞ്ഞാൽ എന്താ? Q ഇൻറ്റു 1/HA ഈക്വൽസ് TA മൈനസ് T1. ഓക്കെ, ഇതാ നമ്മൾ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുക. ഈ ഇക്വേഷനെയും കൊണ്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കിട്ടും. L/Kയും 1/HAയും. കണ്ടക്ഷൻ്റെ കാര്യത്തിൽ L/Kയും കൺവെക്ഷൻ്റെ കാര്യത്തിൽ 1/HA എന്ന് പറയും. ഇതിനെയാണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മറക്കാതിരിക്കുക. തെർമൽ റെസിസ്റ്റൻസ് ഇൻ കണ്ടക്ഷൻ വരുന്നത് ഇതൊക്കെ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഡേറ്റ ബുക്കിലുണ്ട്. പക്ഷേ
ആ ഡേറ്റാ ബുക്കിൽ നിന്ന് ഒരു സാറേ കാര്യം പറഞ്ഞോ. ഈ ഇപ്പുറത്തെ നീല കൊണ്ട് എഴുതിയ ക്യൂ കണ്ടക്ഷൻ ആണ് കൺവെൻഷൻ ആണ്? കൺവെൻഷൻ അല്ലേ? ഇതല്ലേ നീലയും കൊണ്ടായി. എടാ ഇത് കൺവെക്ഷൻ കേട്ടോ. ഇൻറ്റു ആ സോറി സോറി പറയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൺവെക്ഷൻ കേട്ടോ. കൺവെക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ കണ്ടക്ഷൻ. അപ്പം L/K എന്ത് കിട്ടി? തെർമൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി കൺവെക്ഷൻ്റെ കേസിൽ എന്ത് കിട്ടി? കൺവെക്ഷൻ്റെ കേസിൽ 1/H എന്ന് കിട്ടി. 1/H എന്നും L/K എന്ന് കിട്ടി. ഇതാണ് തെർമൽ റെസിസ്റ്റൻസ് ഇൻ എന്ത് കൺവെക്ഷൻ. അതിൻ്റെ കൺസെപ്റ്റ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഒരു വയറിൽ കൂടെ, ഒരു കോപ്പർ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു വോളിൽ കൂടെ, അതായത് ഹീറ്റ് കണ്ടക്ട് ചെയ്തു, ഇത് T1 to T2 ആണ്. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ അവിടെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യുവാണ്. അപ്പം നമ്മളോട് പറയാം ഇവിടെ കൺവെക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഇത് കൺവെക്ഷൻ നടക്കുന്നു, പിന്നെ കണ്ടക്ഷൻ നടക്കുന്നു, വീണ്ടും കൺവെക്ഷൻ നടക്കുന്നു. ഓക്കെ, വീണ്ടും കൺവെക്ഷൻ നടക്കും. അപ്പം നമ്മൾ അതിൻ്റെ തെർമൽ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കൺവെക്ഷൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് RTH. ഓക്കെ, ഇനി കണ്ടക്ഷൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ അടുത്ത് ഇറങ്ങുന്നതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇനിയും കണക്കുകളിൽ പറയും ചിലപ്പോൾ ഈ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺവെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണ്ട, ഈ അകത്തൂടെ മാത്രമുള്ള റെസിസ്റ്റൻസ് എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻസ് എന്ത് വരും? ഇവിടെ L/K മാത്രം എടുത്താൽ മതി. നിങ്ങൾ അത് കാണാതെ പഠിച്ചു വെക്കുക. L/K ആണ് L/K ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏതിൻ്റെ? കണ്ടക്ഷൻ്റെ. ഇനി കൺവെക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൺവെക്ഷനൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെക്ഷനും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? 1/HA എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കൺവെക്ഷൻ റെസിസ്റ്റൻസ്. മനസ്സിലായോ അമൽജിത്തെ? ഓക്കെ, അതാണ് കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 1/HAയും L/K, അത് മറക്കരുത്. L/Kയും 1/HA. ഇനി ഇതിൻ്റെ സമയം 9:54 അല്ലേ? ഓക്കെ, തീരില്ല. 1-2 കാര്യങ്ങളുണ്ടായി. ഞാൻ ഇതുവരെയുള്ള നോട്ടുകളെല്ലാം ഒന്നുകൂടെ അയച്ചു തരാം, അത് നിങ്ങൾ എഴുതുക. ഈ ക്ലാസ് 10 മണി വരെയാണോ അത് 9 വരെയാണോ? ഹലോ ശരണേ, നല്ല റെസ്പോണ്ട് ചെയ്യടാ. 10 മണി. 10 മണിയല്ലേ? ഓക്കെ, 10 മണി. 6 മിനിറ്റ് കൊണ്ട് തീരില്ല. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പം തന്നെ നോക്കുക, അല്ലേ മനസ്സിലാവില്ല. അതുപോലെ നോട്ട്, ഞാൻ ഈ നോട്ടിനൊക്കെ മാർക്ക് ഇടുന്നുണ്ട്. ഞാനത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് അയക്കാം. അതുപോലെ കൃത്യമായിട്ട് ഞാൻ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോട്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ പറയുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഞാൻ അസൈൻമെൻ്റായിട്ട് ഞാൻ തരുന്നത്, അസൈൻമെൻറ്റ് ടെസ്റ്റുകൾ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. പലരും ഷോണൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത്, ഷോണും ആരെങ്കിലും മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വെക്കാതെ, ബാക്കിയെല്ലാവരും വെച്ചു. അങ്ങനെ എന്തിനാണ് നമ്മളിത്ര ആത്മാർത്ഥത കാണിക്കും? അല്ലെ എനിക്ക് ചുമ്മാ ഇതങ്ങ് പഠിപ്പിച്ചു പോയാൽ മതി, അല്ലെ യൂട്യൂബിൽ ഏതൊരു വീഡിയോ ഇട്ട് തന്നിട്ട് നിങ്ങളോട് ചുമ്മാ അത് കാണാമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു പോവുക. കാരണം എനിക്കറിയാം ഇത് ഫോളോ ആയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കണക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പം 1 ഡയമെൻഷണൽ കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ വോൾ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ. അതായത് ഒരു പ്ലെയിൻ വോളിൽ കൂടെ നമ്മൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ വേണമെങ്കിൽ നമ്മൾ ഇതുവരെ തൊട്ട് മുമ്പ് വരെ കണ്ടുപിടിച്ച ഇക്വേഷൻസിൽ നിന്നൊന്നും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ഈ പോയിന്റിൽ കണ്ടുപിടിക്കാനുള്ള ടെമ്പറേച്ചർ ഇൻക്ലൂഡ് ചെയ്ത എന്ത് വേണം? ടൈം ഇൻക്ലൂഡ് ചെയ്ത് ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇതാ ഈ ഇക്വേഷൻ. ശരിക്കും താമസം വന്നതെന്ന് തോന്നുന്നു. നോട്ട് അയച്ചു തരുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ദെൻ കൺവെക്ഷൻ പറഞ്ഞു. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. കണ്ടക്ഷൻ്റെ എന്താണ് മെയിൻ ഇക്വേഷൻ? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. അതേപോലെ കൺവെക്ഷൻ്റെ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്.
ഓക്കെ, കൺവെക്ഷൻ്റെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഇനി എന്താണ് അത് പറയുന്നത്? കൺവെക്ഷൻ നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു സോളിഡിൽ നിന്ന് സറൗണ്ടിങ് ഫ്ലൂയിഡിലേക്ക്, അതായത് സോളിഡ് സറൗണ്ടിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാട്ടർ ആകാം, എയർ ആകാം, എന്തുവാ, ഈ സറൗണ്ടിങ് ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ് ഫ്ലൂയിഡിൽ നിന്ന് സോളിഡിലേക്ക്, എങ്ങനെ വേണമെങ്കിലും ആകാം, സോളിഡിൽ നിന്ന് സറൗണ്ടിങ് ഫ്ലൂയിഡിലേക്ക്, അതായത് നമ്മുടെ ഭിത്തിയിൽ നിന്നും, ഭിത്തി കൺസിഡർ ചെയ്യുക, നമ്മുടെ വീടിൻ്റെ ഭിത്തി, ആ ഭിത്തിയിൽ നിന്നും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മുടെ റൂമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കൺവെക്ഷൻ എന്ന് പറയാം. ഇനി റൂമിൽ നിന്ന് ഭിത്തിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, അതിനെ കൺവെക്ഷൻ എന്ന് പറയാം. രണ്ടും കൺവെക്ഷനാണ്. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് കൺവെക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത്? ക്യൂ, അതായത് ഇതാ നോക്കുക, ക്യൂ എന്ന് പറയുന്നത്, ഈ ക്യൂ എന്ന് പറയുന്നത് അതായത് ഹീറ്റ് ട്രാൻസ്ഫർ through convection is directly proportional to area and directly proportional to change in temperature. ഇനി ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കുക. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സർഫസ് ടെമ്പറേച്ചറും ഒരെണ്ണം എന്താണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇൻറ്റു എച്ച്, അതായത് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മറ്റേ എച്ച്. ഇനി ഈ എച്ച് ആണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടക്ഷനിലെ കെ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി, ഇവിടെ എച്ച് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എച്ച്. ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഈ എച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഡേറ്റാ ബുക്കിലെ സാധനങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഓക്കെ, ഇതാ നോക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ക്യൂ കൺവെക്ഷനും ക്യൂ കണ്ടക്ഷനും കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്താണ് തെർമൽ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കി. L/Ka ആണ് കണ്ടക്ഷൻ്റെ, 1/H ആണ് കൺവെക്ഷൻ്റെ. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ച് കേട്ടുകൊണ്ട് മാത്രം ഇതാകത്തില്ല, ഇത് പഠിക്കുക. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഡേറ്റാ ബുക്ക്. ഓക്കെ, ഡേറ്റാ ബുക്ക് എല്ലാവരും മേടിച്ചല്ലോ അല്ലേ? അഭിഷേക്, അക്ഷയ്, അമൽജിത്ത്. സാർ ഇന്ന് സാർ വരെ എന്റെ നാളെ വരുള്ളൂ. ചേറിന്റെ, എന്റെ നാളെ വരുള്ളൂ. ശിവകുമാറിന്റെ, ഓക്കെ, വൈശാഖിന്റെ ഉണ്ട്. അമൽജിത്ത് മേടിച്ചോ? അമൽജിത്ത് പോയോ? ഷോണേ, നീ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ചുമ്മാ കയറി ഇരിക്കുവാണോ? അക്ഷയ് ഷാജി മേടിച്ചോ? അമൽദേവ് സാറേ എന്റേത് ഈ അഡ്രസ്സിലേക്ക് ഡെലിവറി ആവുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പോയിട്ട് വേണം മേടിക്കാൻ. എന്ന് പോകും? ഇന്ന് പോകുന്നില്ല പറഞ്ഞു. ഇന്ന് പോയില്ല ഞാൻ ഇന്ന് അങ്കിളുടെ ഒരു പണി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മേടിക്കാൻ ഞാൻ. ഓക്കെ, നാളെ തന്നെ ഓക്കെ. ഷോണെ, നിന്റെ മൈക്ക് എങ്ങനെയാണ് ശരിയാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡിങ് ഓഫ് ആക്കാം.